ചേട്ടന്റെ ഈ ഗജഗംഭീരമായിട്ടുള്ള ഡ്രൈവിംഗ് സ്കില്ല് കണ്ടിട്ടാണോ ചേട്ടാ മേഘ കൊച്ച് പാതിരാത്രിയിൽ ചേട്ടന്റെ കൂടെ അങ്ങ് ഇറങ്ങി വന്നത്? അല്ല, ഈ ചേട്ടനെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? അഖിൽ NRD എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട യൂട്യൂബറിന്റെ ഭാര്യ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിപ്പോയത് ഈ ചേട്ടനുമൊത്താണ്. ഒരു ബസ് ജീവനക്കാരനാണ്. ചില ആളുകൾ പറയുന്നത് കേട്ടു, എടാ ഈ ബസ് ജീവനക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊക്കെ എന്താ ഒരു പുച്ഛമെന്ന്. ഒരു പുച്ഛവും ഇല്ല കേട്ടോ. നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് ഒരു പുച്ഛവും ഇല്ല. ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്. ഒരു ബസ് ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ബസ്സിലെ കിളി, ഒരു സാധാരണ ജീവനക്കാരൻ എന്നൊക്കെ പറയുന്നത് അവരൊക്കെ വലിയ ജോലി തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ബ്ലോക്കിന്റെ ഒക്കെ ഇടയ്ക്ക് ഇത്രയും വലിയ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോവുക, അത് മറ്റേ അതിനകത്തിരിക്കുന്ന ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കുക, സൈഡൊക്കെ നോക്കുക, അതൊന്നും ചെറിയ കാര്യമൊന്നും അല്ല. ദി ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഓക്കെ, പിന്നെ ചില ചേട്ടന്മാർ ആരെങ്കിലും ഒക്കെ നെഞ്ചത്ത് ഇടയ്ക്ക് കൊണ്ട് കയറ്റും, ഒരു വണ്ടിക്കിട്ടൊരു തട്ടൊക്കെ കൊടുക്കും. ഇതൊക്കെ എല്ലാ ജോലിക്കും ഉള്ളതാ. വിട്, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നില്ല ഇവിടെ. വേറൊരു വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പോൾ ഞാനൊരു കാര്യം തുടക്കത്തിലേ പറയാം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മിക്കവാറും ഇതെൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും. എനിക്കിനി ഈ ടോപ്പിക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ല. നിങ്ങൾക്കും ഇത് കേട്ടോണ്ടിരിക്കാൻ വലിയ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും അധികമൊന്നും ഇത് പിടിച്ചോണ്ടിരിക്കത്തില്ല. ഇനി ആ പെൺകുട്ടി എന്തോ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു എന്താണ് റിയാക്ഷൻ, എന്തുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇനിയും വരുമെന്നൊക്കെ കേട്ടു. വരികയാണെങ്കിൽ അപ്പം നമുക്ക് നോക്കാം. പക്ഷേ എന്തൊക്കെ അവൾ കഥ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് ആ പെൺകൊച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം തൊട്ട് എനിക്ക് തോന്നുന്നു ഇതെൻ്റെ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ വീഡിയോ. എല്ലാ വീഡിയോയിലും പറഞ്ഞതിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഒരു രീതിയിലും എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് ഇവരുടെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഭർത്താവിൻ്റെ സൈഡിലാണ് തെറ്റ് എങ്കിൽ പോലും ഒന്നുകിൽ അതിരുന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് മര്യാദയ്ക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഡിവോഴ്സ് മേടിക്കാം. എന്നിട്ട് വേറെ ആരുടെ കൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാം. അതിനകത്തൊന്നും ഒരു തെറ്റില്ല. പൊക്കോ, എന്തിനാ വെറുതെ ജീവിതം കളയുന്നത്? പക്ഷെ അതിന് പകരം ആ കുടുംബജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ പുറത്ത് വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങി പോകുന്നത് അത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു കുട്ടിയൊന്നും ആയിട്ടില്ല ഇവർക്ക് എന്തായാലും, അത് തന്നെ വലിയൊരു ഭാഗ്യം. ഇല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ അവസ്ഥ അത് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ആ കാര്യത്തിൽ അഖിൽ NRD എന്തായാലും ഭാഗ്യം ചെയ്തൊരു വ്യക്തി തന്നെയാണ് ചേട്ടാ. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ കല്യാണം കഴിച്ച് ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഭാര്യമാർ ഇറങ്ങി പോകുന്നതൊക്കെ നമ്മൾ സ്ഥിരം ഇപ്പോൾ കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ ഭർത്താക്കന്മാർ വേറെ പോകുന്നത് ഒക്കെ സ്ഥിരം കാണുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലേക്കൊന്നും താങ്കൾ എത്തിയില്ലല്ലോ, സന്തോഷം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു പോസ്റ്റർ കാണിച്ചു തരാവേ. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഈ ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടോ? ഹിലാൽ ബിൻ ഉമ്മർ എന്ന് പറയുന്ന ഒരു ഉമ്മൻ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണിത്. ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ്. എന്തിൻ്റെ സോക്കേടാ ഇവനൊക്കെ? എന്തിൻ്റെ പ്രശ്നമാടാ മോനെ നിനക്കൊക്കെ? എഴുതിയിട്ടേക്കുന്നത് ഭാര്യ ഒരു ബസ് കണ്ടക്ടറുടെ കൂടെ ഒളിച്ചോടിയ മനോവിഷത്തിൽ ജീവനൊടുക്കി പ്രശസ്ത യൂട്യൂബർ അഖിൽ NRD 30 വയസ്സ്. എൻ്റെ അറിവിൽ ഇതിനായിട്ടും പുള്ളിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. ഇത്തിരി സങ്കടമൊക്കെ ഉണ്ട്, അത് ആർക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ, അത് പുള്ളിക്കുണ്ട്. അതല്ലാതെ ജീവനൊടുക്കേണ്ട അവസ്ഥയിലോട്ടൊന്നും പുള്ളി പോയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ ഈ ഉമ്മമക്കളൊക്കെ എഴുതി വിടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെയൊക്കെ അടിയിൽ പോയി സത്യം പറഞ്ഞാൽ വിളി ഒരു 10 ഡാഡി കൂളിന് വിളി. അല്ല, അതിനൊരു അന്തസ്സുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കേണ്ടത്. അവൻ്റെ അക്കൗണ്ട് ഇതാ, ഹിലാൽ ബിൻ ഉമ്മർ. നല്ല ബോഡിയൊക്കെ കാണിച്ച് അവൻ നിൽക്കുന്നത്. അതിൻ്റെ അഹങ്കാരമാണോടാ മോനെ നിനക്ക്? എന്ത് തോന്നിയ ദിവസം എഴുതി വിടാന്നാണോ? ചത്തുപോയെന്നൊക്കെ പറഞ്ഞ് എഴുതിയിടുന്നത് എന്തോന്നാടേ? അത് ഒരു പോസ്റ്ററായിട്ട് അടിച്ചങ്ങ് ഇറക്കിയായിരിക്കുക. മനസ്സിലായോ? ഒരു പോസ്റ്റർ അടിച്ചങ്ങ് ഇറക്കി വിട്ടേക്കുക. എന്തോ ഇത്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വേറെ ഒരിടത്ത് ഞാൻ വേറൊരു പോസ്റ്റർ കണ്ടു. അതിൻ്റെ എന്താണ് ടൈറ്റിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മേഘയുടെ 2ാം വിവാഹം അഖിലിൻ്റെ ആദ്യത്തേതും ഇവൾക്ക് ഇത് തന്നെയാണോ പണിയെന്ന് ആരാധകർ. മേഘയുടെ 2ാം വിവാഹം അഖിലിൻ്റെ ആദ്യത്തേതും ഇവൾക്ക് ഇത് തന്നെയാണോ പണി. പോസ്റ്ററിലും അത് തന്നെ, ടൈറ്റിലും പോസ്റ്ററും ഒക്കെ ഒന്ന്. എൻ്റെ അറിവിൽ 2 പേരുടെയും ആദ്യത്തെ വിവാഹമാണ് കേട്ടോ. അല്ലാതെ ആ പെണ്ണിൻ്റെ 2ാമത്തെ വിവാഹമാണെന്നൊക്കെ പറയുന്നത് ചുമ്മാ അടിച്ചിറക്കി വിടുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ? അവൾ കാണിച്ച നല്ലൊരു പരിപാടിയല്ല. നമുക്ക് വിമർശിക്കാം, വേണമെങ്കിൽ 2 തെറിയും പറയാം. ഓക്കെ, അവിടെ തീർക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പരിധിയിൽ കൂടുതൽ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. അവരിനി സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കഥകൾ പറയുകയാണെങ്കിൽ അപ്പം നമുക്ക് നോക്കാം. അതല്ലേ അതിൻ്റെ ഒരു ശരി. അല്ലാതെ ഇങ്ങനൊരു സാധനം, ഇപ്പം ഞാനിത് പറയുമ്പോഴും ചില ആൾക്കാർ വന്നിട്ട് കമൻ്റ് ഇടും,
നിർത്തറാ നിന്റെ കൊണയടി പറയും ചില ആളുകളുണ്ട്. എന്നാൽ ഈ പറയുന്ന ആളുകൾ തന്നെ ഈ സാധനം ടൈപ്പ് ചെയ്തിടാൻ കണ്ടെത്തുന്ന സമയം അത് വേറെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കടേ. അല്ല, വിമർശിച്ചോ, നിങ്ങൾ വിമർശിക്കുന്നതിനകത്ത് തെറ്റില്ല, നിങ്ങൾ പറയണം, കമന്റ് ബോക്സിൽ പറയണം. പക്ഷെ ഒന്ന് ചിന്തിച്ചിട്ട് പറ, എന്തുകൊണ്ട് എനിക്കിവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു സാധനം ചെയ്യേണ്ട വരുന്നു? എന്തുകൊണ്ട് വരുന്നു? ഞാൻ അഖിൽ അന്നാറിയുടെ വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കിയിട്ട് അവിടെ കിടന്ന കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്ന് പറയുവാണോ? അല്ലല്ലോ. ഈ സാധനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടാ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പ്രശ്നങ്ങൾ കാണും. ഒരിക്കലും അത് സോഷ്യൽ മീഡിയയിൽ എത്തിക്കാതിരിക്കാൻ നമ്മൾ നോക്കണം. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് കൊണ്ട് തന്നെ ആ പെങ്കൊച്ച് രാത്രി ഇറങ്ങി പോകുന്ന CCTV വിഷ്വൽ വരെ പുറത്തു വന്നു. പുറത്തിറങ്ങി ഇനി അവർക്ക് നടക്കാൻ പറ്റുമോ? അല്ല, നടക്കണ്ട നീ, അത് വേറെ കാര്യം. നടക്കണ്ട, നിന്നെ പോലെ ഉള്ളവളുമാരൊന്നും നടക്കണ്ട. പക്ഷെ ഇത് കയ്യിൽ നിന്ന് പോയി. അവൾ വിചാരിച്ചോടത്തൊന്നും ഇത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് പോസ്റ്ററുകൾ എന്തിനാണ് ഈ സാധനമൊക്കെ അടിച്ചിറക്കി വിടുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പിന്നെ നമ്മുടെ നാട്ടിൽ ഈ നടക്കുന്ന ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്, ഇതിനെപ്പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം 24 എന്ന ചാനലിൽ നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ. കുറച്ച് ആളുകൾ ഒന്നിച്ചിരുന്നിട്ടുള്ള പരദൂഷണം. ഇത് നമ്മൾ ഒറ്റയ്ക്കിരുന്നുള്ള പരദൂഷണം, മറ്റേത് ഒന്നിച്ചിരുന്നുള്ള പരദൂഷണം. അപ്പോൾ ആ പരിപാടിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. ഞാനത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഒരൊറ്റ കാര്യം കൂടെ പറയാം. നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു ചിന്താഗതിയുണ്ട്. മറ്റുള്ളവർ പറയുന്നത് നമുക്ക് കേൾക്കാം. ഓക്കെ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാം. അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടോ തെറ്റുണ്ടോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ, നമ്മൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഞാൻ മിക്കപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ഇത് എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്, അത് നിങ്ങൾ കേൾക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു അഭിപ്രായം വേണം എല്ലാത്തിനകത്തും, വേണ്ടേ? ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? വേണം. ഒരിക്കലും മറ്റൊരാൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചാടിത്തുള്ളി ഇറങ്ങാൻ നിൽക്കരുത്. ഓക്കെ, പിന്നെ ഇതുപോലുള്ള ചേച്ചിമാർ ഇനിയും വന്നുകൊണ്ടേയിരിക്കും, നിൽക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഇത് അങ്ങനെ നിൽക്കാൻ പോകുന്നൊരു പരിപാടിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നേ ഇല്ല. എന്താണെങ്കിലും നിങ്ങളിതൊന്ന് കേട്ടെ. ഈ അവിഹിതങ്ങളും ഈ സ്നേഹബന്ധങ്ങളും എല്ലാത്തിനെയും പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം. അങ്ങനെ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സാണ്. ഈ സംഭവം ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് എന്നാണ്? ഇത് കേസ് തുടങ്ങുന്നത് 2018 പക്ഷെ അതിനു മുമ്പ് 2015 ഏത് കോടതിയിലായിരുന്നു? തൃശ്ശൂർ കുടുംബ കോടതിയിലാണ് കേസ് സ്റ്റാർട്ട് ചെയ്തത്. എതിർകക്ഷിയാണ് കേസ് കൊടുത്തത്, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മക്കളുടെ ഈ ഇത് അടിച്ചു പിരിയാനുള്ള കാരണം എന്തായിരുന്നു? നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു പരിഗണനയുണ്ട്. ആ പരിഗണന മിസ്യൂസ് ചെയ്തിട്ട്, അതായത് അവരുടെ തോന്നിവാസ ജീവിതം അവർ നയിക്കുക, അവരുടെ ഇഷ്ടത്തിന് അവർ കാര്യങ്ങൾ ചെയ്യുക. രാവിലെ വീട്ടിൽ നിന്ന് പോകും, വൈകിട്ടാകുമ്പോൾ വിളിക്കുന്നു, വരില്ല എന്ന് പറയും. 3 ചെറിയ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ വീട്ടിൽ തനിച്ചാ. നമുക്ക് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. അവർ ആരോപിക്കുന്നത് എന്റെ പേരില. കാരണം താങ്കളുടെ പേരിൽ അവർ ആരോപിച്ച കുഴപ്പങ്ങൾ എന്തായിരുന്നു? അഡൽട്ടറി ഉണ്ട്, പിന്നെ ക്രൂവാലിറ്റി ഉണ്ട്, എല്ലാ കാര്യങ്ങളും. പരസ്ത്രീഗമനം. അതെ, അതാണ് അവർ ആരോപിച്ചത്. പക്ഷെ അവർക്കെതിരെയുള്ള എവിഡൻസ്, ഇത്രയധികം എവിഡൻസ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. എല്ലാം കോടതിയിൽ കാണിച്ച് ബോധ്യപ്പെടുത്തി. ഇന്ററിം കസ്റ്റഡി ഓർഡറിൽ കോടതി പറഞ്ഞത്, തൃശ്ശൂർ കുടുംബ കോടതിയിൽ നിന്ന് അവർ ഫയൽ ചെയ്തു. 4ാം ദിവസം ഓപ്പൺ കോർട്ടിൽ വെച്ച് ഞാൻ എവിഡൻസ് ജഡ്ജിനെ കാണിക്കുക. കാരണം കേസ് തുടങ്ങിയപ്പോൾ ഞാൻ വക്കീലിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്, എനിക്കൊരു കണ്ണിന് കാഴ്ചയില്ല, ഒരു ചെവി കേൾക്കില്ല. എന്നിട്ട് ഞാൻ വക്കീലിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു. വക്കീൽ ഇതൊന്നും പക്ഷെ കോടതിയിൽ കാണിച്ചില്ല. കേസ് പോസ്റ്റ് ചെയ്തു. ഞാനും മക്കളും താമസിക്കുന്ന എറണാകുളത്താണ്. മക്കൾ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. കേസിൽ എനിക്ക് എത്താൻ പറ്റില്ല. വക്കീലിനോട് പറഞ്ഞിരുന്നു. കസ്റ്റഡി കേസാണ് ആദ്യം വിളിച്ചത്. ഫസ്റ്റ് ഒരു 4 കേസ് ഫയൽ ചെയ്തു. ഡിവോഴ്സ്, അഡൽട്ടറി, പിന്നെ ഇത് കസ്റ്റഡി കേസ്, പിന്നെ ഗോൾഡ് OP, MC. അതിൽ ഫസ്റ്റ് അവർ GOP വിളിച്ചു. GOP കേസ് വിളിച്ചപ്പോൾ അതിൽ ഞാൻ ഹാജരായില്ല. ഹാജരാവാത്ത അവസ്ഥയിൽ 4ാം ദിവസത്തേക്ക് കേസ് പോസ്റ്റ് ചെയ്തു. വക്കീലിൻ്റെ കയ്യിൽ എല്ലാ എവിഡൻസ് ഇരിക്കുന്ന വക്കീലൊന്നും കാണിച്ചിട്ടില്ല. 4ാം ദിവസം ഞാൻ കോടതിയിലെത്താണ്, കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട്. ഞാൻ കോടതിയിലെത്തി. ഞാൻ ഓപ്പൺ കോർട്ടിൽ വെച്ച് ജഡ്ജിനെ ഈ എവിഡൻസ് എല്ലാം ഞാൻ കാണിച്ചു കൊടുത്തു. കയ്യിലുണ്ടായിരുന്നു, എല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു, കാണിച്ചു കൊടുത്തു. ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. ഞാനിവിടെ ആരെയും കുറ്റം പറയാൻ നിൽക്കുകയല്ല. ഞാനൊരു സത്യാവസ്ഥ എനിക്ക് മനസ്സിലാതെ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് എന്താണ് അതിനകത്തൊന്ന് പിടികിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്, നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റിൽ എഴുതിയിടുക. അതായത് ആ കുട്ടികളുടെ അവസ്ഥ, 3 പിള്ളേരാണ്. ഈ ചേട്ടൻ്റെ കയ്യിലാണോ തെറ്റ്, അവരുടെ അവരുടെ കയ്യിലാണോ തെറ്റ്, എനിക്കറിയില്ല. നമുക്കറിയില്ല. നമുക്ക് ഈ പുള്ളി പറയുന്നതല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇനി അവരുടെ സൈഡ് എന്താ നമുക്ക് അറിഞ്ഞുകൂടാ, വോട്ടവർ. പക്ഷേ അവിടെ ആരാണ് അനുഭവിക്കുന്നത്? 3 പൈതലുകൾ. അതെന്താ ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ ഭാര്യയും മനസ്സിലാക്കാത്തത്? അല്ല, വല്ലപ്പോഴെങ്കിലും നമ്മളൊക്കെ അതും കൂടെ ഒന്ന്, പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവർ, നിങ്ങൾ അതൊന്നും നോക്കണ്ടേ? നിങ്ങൾ ഉണ്ടാക്കുന്ന പൈതലുകളെ
നിങ്ങൾക്ക് നോക്കാൻ പറ്റണ്ടേ? അവർക്കൊരു സമാധാനം കൊടുക്കണ്ടേ? സമൂഹത്തിൽ അവർ മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ അത് വരുത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന്റെ പുറകെ പോകുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. അത്രേ ഉള്ളൂ. കാരണം ഈ വ്യക്തി പുള്ളിയുടെ സൈഡ് പറയുന്നു, ഭാര്യയ്ക്ക് ഭാര്യയുടെ സൈഡ് കാണും, അവർ പറയുന്നത് ഇയാൾക്ക് മറ്റേ പരസ്ത്രീ ബന്ധം അത് ഇതൊക്കെയാണ്, ഞാൻ ഡീസൻ്റ് ആണ് എന്നായിരിക്കും അവർ പറയുന്നത്. പിടികിട്ടിയോ? പുള്ളി പറയുന്നത് കേട്ടല്ലോ. പുള്ളിയുടെ കയ്യിൽ പ്രൂഫുകളുണ്ട്. പുള്ളി പറയുന്നത് നമ്മൾ ചെവിക്കൊള്ളാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ബാക്കി കുറച്ചും കൂടി ഒന്ന് കേൾക്കാം. അപ്പൊ വക്കീൽ എന്ത് പറഞ്ഞു? അല്ല, വക്കീൽ അറിഞ്ഞില്ല ഞാൻ കാണിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കോടതിയിൽ എത്തുന്നു വക്കീൽ അറിഞ്ഞില്ല. അപ്പൊ ഇതിനിടയിൽ തൃശ്ശൂരായിരുന്നു കേസ് നടക്കുന്നത്. തൃശ്ശൂർ തൊട്ടടുത്താണ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കസ്റ്റഡി കേസിൽ കോടതിയിൽ ഹാജരാവാത്ത, അതായത് GOP ഗാർഡിയൻ ആൻഡ് വാർഡ്സ് പ്രകാരം ഉള്ള കേസിൽ കോടതിയിൽ ഹാജരാവാത്ത എന്നെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വിളിച്ചു ചോദിക്കുക, നീ എന്താ കേസിൽ വരാത്തതെന്ന്. അത് വിളിക്കേണ്ട ആവശ്യം അവർക്കില്ല. എതിർകക്ഷി സ്വാധീനിച്ചിരിക്കുക. അവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ കോടതിയിലേക്ക് എത്തും. ഞാൻ എത്തുമ്പോൾ ഞാൻ കുട്ടികളെയും കൂട്ടിയാണ് എത്തുക. ഈ കുട്ടികളെയും കൂട്ടി എത്തുമ്പോൾ നേരെ അവർ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തും. സസ്പെക്ടിനോട് 24 മണിക്കൂർ അവർക്ക് തടഞ്ഞു വെക്കാനുള്ള അധികാരം പോലീസിന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. സസ്പെക്ട് ആണ്. എല്ലാം പഠിച്ചുല്ലേ? അല്ല, ഗതികേട് കൊണ്ട് പഠിച്ചതാ. അല്ലെങ്കിൽ LLB എടുക്കണം കേട്ടോ. അതെ, ഇത് മുഷ്താഖ് സാർ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഹൈക്കോടതിയിലെയോ? അതെ. അതെന്താ അദ്ദേഹം പറയാൻ കാര്യം? സാറിന്റെ ബെഞ്ച് ജഡ്ജി തന്നെ പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടായിരിക്കും അല്ലേ? OPFC 405/2020 കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊറോണയ്ക്കിടയിൽ. അപ്പൊ ആ സമയത്ത് എനിക്ക് വേണ്ടി ഹാജരായ വക്കീൽ അവിടെ എന്നെ വീണ്ടും പറ്റിച്ചു. ഒരാഴ്ച കുട്ടികളെ കസ്റ്റഡി കൊടുത്തു, ഇന്റർവ്യൂ കസ്റ്റഡി ചലഞ്ച് ചെയ്തപ്പോൾ. അങ്ങനെ കൊടുത്തിട്ട് ഞാൻ അതിനെ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് കിട്ടിയപ്പോൾ ഞാൻ തടഞ്ഞു. ആ വക്കീലിനെ മാറ്റി ഞാൻ കോടതിയിൽ പറഞ്ഞ് ഈ തെളിവുകളെല്ലാം കാണിച്ച് ബോധ്യപ്പെടുത്തി കോടതിയിൽ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ പഠിച്ചിരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ 10ാം ക്ലാസ്സാന്ന് പറഞ്ഞു. നോണ പറയുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു മുസ്താഖ് സാർ. നല്ല സാർ, സത്യമായിട്ട് എൻ്റെ മക്കളാണ് സത്യം, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്. അതിനുശേഷം പഠിക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്ത് പറയുന്നത്, നിങ്ങളൊരു LLB എടുക്കണം, നിങ്ങൾക്ക് ഈ മേഖല നന്നായി ശോഭിക്കാൻ പറ്റുന്ന. അത് സമയം പോയിട്ടില്ല. അപ്പൊ ഞാൻ താങ്കളുടെ കഥയിലേക്ക് ബാക്കി വരും. അപ്പോ അഭിഭാഷക കേട്ടല്ലോ ഈ കാര്യം. അദ്ദേഹത്തിന് അഡ്വക്കേറ്റിൽ നിന്നുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ്, ചിലപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം. ഈ കുടുംബ കോടതികളിൽ കേസ് കണ്ടമാനം വരും. സ്വന്തം ഭാര്യ കാരണം 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ നിയമപരമായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് അയാൾ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴും ഞാൻ പറയുന്നു, ആ വ്യക്തി പറയുന്നത് മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. വൈഫിൻ്റെ കാര്യം നമുക്ക് അറിയില്ല. അവർക്കിനി എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന്. അവർ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അവർക്ക് വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു, വോട്ടവ് പുള്ളി പറയുന്നത് വെച്ച് വിടുക. പക്ഷേ അയാളുടെ ഗതികേട് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം പുള്ളി ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. തെറ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും പഠിക്കാൻ നിൽക്കത്തില്ല. എങ്ങനെയെങ്കിലും പൈസ കൊടുത്ത് തലേന്ന് പണ്ടാരം എല്ലാം ഒഴിവാക്കി പോവുക, ഇതേ ചിന്തിക്കുകയുള്ളൂ അല്ലേ? ഒരാൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ പുള്ളി എന്തോരം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്യാം, കാര്യങ്ങൾ അറിഞ്ഞ് പഠിച്ച് ഓരോന്നും അറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകാം എന്ന് ആ മനുഷ്യൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ആ മനുഷ്യൻ്റെ കയ്യിൽ സത്യങ്ങളില്ലേ? വീണ്ടും ഒരു സ്ത്രീ കാരണം അനുഭവിക്കുന്ന ഒരു മനുഷ്യനായത്. എല്ലാ സ്ത്രീകളും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല എല്ലാ സ്ത്രീകളും ഒരുപോലെയാണ് എന്നൊരിക്കലും ഞാൻ പറയില്ല. പക്ഷെ ഉണ്ട് ചില സ്ത്രീകൾ കാരണം നമ്മുടെ നാട്ടിലെ ബാക്കിയുള്ള ഒരുപാട് നല്ലവരായ സ്ത്രീകൾക്ക് വരെ നാണക്കേടാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു അഖിലന്നാർഡിയുടെ ഒരു കേസ് എന്തോരം നാണക്കേടായിരിക്കും. ജീവിത അവസാനം വരെ ആ വ്യക്തിക്ക് നാണക്കേടല്ലേ? അഖിലന്നാർഡി എന്ന് പറയുന്ന വ്യക്തിക്ക് നാണക്കേടല്ലേ? ആ പെണ്ണ്, അവൾക്ക് എനിക്ക് തോന്നുന്നു ഒട്ടും ബുദ്ധി കാണത്തില്ല. ഒട്ടും. ഇച്ചിരിയെങ്കിലും ബുദ്ധിയുള്ള ഒരുത്തിയാണെങ്കിൽ CCTV ക്യാമറ, സ്വന്തം നാട്, സ്വന്തം വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സാധനമുണ്ട്, പുറത്ത് വരും, നാണക്കേടാവും എന്നൊക്കെ ചിന്തിക്കാനുള്ളൊരു ബോധം ഉണ്ടാവത്തില്ല. അതുപോലും ഇല്ല. അങ്ങ് ഇറങ്ങിപ്പോയി, ബാക്കിയൊന്നും ചിന്തിച്ചില്ല. ഇനി എന്തൊക്കെയായിരിക്കും അവൾ ഫേസ് ചെയ്യാൻ പോകുന്നത്? അവളിനി എന്തൊക്കെ കഥ പറഞ്ഞാലും കാര്യം ഉണ്ടാവും അതിൽ. കുറച്ചും കൂടെ നമുക്ക് ഈ ഇദ്ദേഹം പറയുന്നത് കുറച്ചും കൂടെ നമുക്കൊന്ന് കേൾക്കണം. ഇത് മാത്രമല്ല, കേരളത്തിൽ ഈ ഡയബറ്റിക് ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്, പ്രമേഹ രോഗത്തിന്റെ തലസ്ഥാനം. ഇപ്പൊ ഡൈവോഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു തുടങ്ങിയ ആൾക്കാർ. ഡൈവോഴ്സിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ്. ന്യൂക്ലിയർ ഫാമിലിയിൽ വളരുന്ന കുട്ടികൾക്ക് നോ എന്ന വാക്ക് അവർ കേൾക്കുന്നില്ല. അവര് ചോദിക്കുന്നതെല്ലാം ലഭിച്ചാണ് അവർ വളർന്നു വരുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അധികം അവർ കേൾക്കുന്നത് നോ ആയിരിക്കും. ഇന്ന കാര്യം ചെയ്യരുത്, നോ കേൾക്കുന്നില്ല. വിവാഹത്തിന് മുമ്പ് അവർ നോ കേൾക്കുന്നില്ല. സാധാരണ പേരൻസ് എല്ലാം അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്ത് ആ ഒരു കൾച്ചറിലായിരിക്കും പിള്ളേർ വളർന്നു വരുന്നത്. വിവാഹത്തിന് ശേഷം വന്നു കഴിയുമ്പോൾ അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് തിരിയരുത്, അവർ ഓരോ കാര്യങ്ങൾക്കും നിയന്ത്രണം
ഭർത്താവിന്റെ ഭാഗത്ത് വരുമ്പോൾ കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടായി തോന്നുമായി. പിന്നെ അവർക്കറിയാം ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ അവരുടെ അച്ഛനും അമ്മയും സഫർ ചെയ്ത പോലെ ഒന്നും ഇന്നത്തെ ജനറേഷൻ പിള്ളേർ അതിന് വില്ലിങ് അല്ല. ഇന്ന് പിള്ളേർ എഡ്യൂക്കേറ്റഡ് ആണ്, പിള്ളേർക്ക് ഇൻഡിപെൻഡന്റ് ഇൻകം ഉള്ള മാരേജ് കഴിക്കുന്ന ഇപ്പൊ ഈ ഇരിക്കുന്ന കുട്ടികളോട് ചോദിച്ചു വെക്കാം, അവരാഗ്രഹിക്കുന്ന വിദ്യാഭ്യാസത്തിന് ശേഷം അവർക്കൊരു ജോലിയായി ഒരു സ്വന്തം വീടായിട്ടാണ് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ കല്യാണത്തെ കുറിച്ചുള്ള ചെറുപ്പക്കാരികളുടെ കല്യാണം കഴിക്കാത്തവരുടെ അഭിപ്രായം എങ്ങനെയാ? എന്താ കല്യാണത്തെ കുറിച്ചുള്ള സങ്കല്പം? അത് തന്നെയാണ് എന്റെ ഒരു തീരുമാനം. കല്യാണം കഴിക്കുവോ? കഴിക്കും അല്ലേ? താങ്കളോ? അതെ, കഴിക്കും. എന്ന് കഴിക്കും? എല്ലാം കഴിഞ്ഞ് എന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ജോലി കിട്ടണം, വീട് വെക്കണം, അതിന്റെ EMI അടച്ചു തരണം. അതെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടിയതിനു ശേഷം. ആണോ? അപ്പൊ എല്ലാവരുടെ അഭിപ്രായം ഇത് തന്നെയാണോ? അപ്പൊ മാഡം പറഞ്ഞത് ശരിയാ. ഇവര് മിക്കവാറും ഇവരിൽ എത്ര പേര് കല്യാണം കഴിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കഴിക്കട്ടെ എന്നാണ് എന്റെ ആശംസ. പിന്നെ ആൺകുട്ടികള് അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവരുടെ അമ്മയായിരിക്കും റോൾ മോഡല്. രാവിലെ അമ്മ വെളുപ്പാങ്കാലത്ത് അമ്മ എണീക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, കുട്ടികൾ ഞങ്ങളെല്ലാം നോക്കി വളർത്തുന്നു, അച്ഛൻ വിളിക്കുന്നിടത്തെല്ലാം അമ്മ ഓടിയെത്തുന്നു. അമ്മ എപ്പോഴും ബിസി ആയിട്ടൊരു ലൈഫാണ്. അത് ആണ് ആൺകുട്ടി ആഗ്രഹിക്കുന്നത്. അവർ വിവാഹം കഴിച്ച് അവരാഗ്രഹിക്കുന്ന എന്റെ ഭാര്യയും ഇതേപോലെ ഓടി നടക്കാൻ അവർ തയ്യാറാവണം. ഞാൻ വരാം. റാഫി, കേരളത്തിലെ കല്യാണം മോചിതരായവരുടെ എണ്ണം വളരെ കൂടിയിരിക്കുക. റാഫി ഇപ്പൊ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. BBC-ലൊക്കെ വന്നോ? അങ്ങനെ ഒരിക്കലും ഇനി ഇന്നത്തെ കാലത്തെ കുട്ടികളോടാണ് പ്രതീക്ഷിക്കരുത്. ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മുടെ പ്രതീക്ഷ, അയ്യോ എക്സ്പെക്റ്റേഷൻ നമ്മളെ ഇല്ലാതെയാക്കി കളയും. ഇന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. കല്യാണം കഴിക്കരുത് എന്ന് ഞാൻ ആരോടും പറയില്ല. പക്ഷേ എക്സ്പെക്റ്റേഷൻ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അത് എക്സ്പെക്റ്റേഷൻ അത് ഉണ്ട്. ചില ആളുകളുണ്ട്, പേഴ്സണലി എനിക്കറിയാം ചില ആളുകളുണ്ട്. അവർ ഒരു കല്യാണം കഴിച്ച് ഭർത്താവിനെയും കുട്ടികളെയും നോക്കി സ്വന്തമായിട്ട് ഒരു വരുമാനം, ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ അതും നോക്കി അങ്ങനെ അങ്ങ് ഒതുങ്ങാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് അതല്ല വേണ്ടത്. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം പെൺകുട്ടികൾക്കും അതല്ല വേണ്ടത്. അവർക്ക് ഫ്രീഡം വേണം. ഭർത്താവിൻ്റെ കൂടെ എല്ലാ ദിവസവും നിൽക്കുക താല്പര്യമില്ല. ഇടയ്ക്ക് എനിക്ക് സുഹൃത്തുക്കളുമായിട്ട് ട്രിപ്പിന് പോകണം. ഇങ്ങനെയുള്ള ആ ഒരു ചിന്താഗതി തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് വരുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. ഇന്നത്തെ കാലത്ത് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് വരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ തന്നെ നോക്കിക്കോ. ഫ്രീഡം ഉള്ളിടത്താണ് കൂടുതലും ഈ ഒരു സാധനം കണ്ടുവരുന്നത്. എന്ന് വെച്ചിട്ട് ഫ്രീഡം ഇല്ലാത്തടത്ത് ഇല്ല എന്നല്ല. ഒരുപാട് ഒരാൾ മറ്റൊരാളിൽ പ്രഷർ ചെലുത്തുമ്പോഴും എനിക്കിനി ഇവിടെ വേണ്ട, എനിക്കിവിടുന്ന് പുറത്തേക്ക് പറക്കണം എന്നാഗ്രഹിച്ച് ചാടുന്നവരും ഉണ്ട്. ഏത് പിടികിട്ടിയല്ലോ, വിശദീകരിക്കണ്ടല്ലോ, ഉണ്ട്. ഇതെല്ലാം നടക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിലാണ് ഏറ്റവും കൂടുതൽ. പുറത്തൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല, ഫ്രീഡം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലിമിറ്റേഷൻസ് അവിടെ വരും. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടല്ലോ, ഫ്രീഡം, ലൈക്ക് ഭർത്താവ്, കുട്ടികൾ, അവരൊക്കെ അവിടെ. എനിക്ക് സുഹൃത്തുക്കൾ, വേറെ ഫ്രീഡം. ആ ഒരു ഫ്രീഡം എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് ഇവിടുത്തെ കൂടുതലും ആളുകൾ ശ്രമിക്കുന്നത്. അതിനെ പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ലൈഫിൽ ഒരു സൈഡിൽ നിർത്തി കൊണ്ടുപോകാൻ ഇവിടെ പലർക്കും അറിയില്ല. അവിടെയാണ് പ്രശ്നം സംഭവിക്കുന്നത്. ഇതെൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. ഓക്കെ, എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതായിരിക്കണമെന്നില്ല. നിങ്ങൾ താഴെ പറ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അടുത്ത വീഡിയോ ഇനി ഇങ്ങനെ ഈ അവിഹിതം, ഈ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവിഹിതം, അഖിൽ-NRD വിഷയം വലിയ താല്പര്യമില്ല. എന്തെങ്കിലും വന്നാൽ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.